ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ രാധാ ഗോവിന്ദജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് 7ാമത്തെ അധ്യായം 3ാമത്തെ സെഷനാണ്. അപ്പോൾ ഈ സെഷനിൽ ഭഗവാൻ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് ഭഗവാന്റെ ശക്തികൾ, ഭഗവാന്റെ 2 വിധത്തിലുള്ള ശക്തികളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. അവരും ഭഗവാനും തമ്മിലുള്ള ബന്ധം. പക്ഷെ ഭഗവാനാണ് പരമനായിട്ടുള്ള പുരുഷൻ എന്ന് ഭഗവാൻ പറയുകയും ഉണ്ടായി. ഭഗവാന്റെ ഒരു അധമശക്തിയും പിന്നെ ഉത്കൃഷ്ടമായ ശക്തിയും, 2 ശക്തികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷെ ആ ഭഗവാന്റെ ശക്തികളിൽ നിന്ന് ഭഗവാൻ വ്യത്യസ്തനാണ്. അത് എന്തുകൊണ്ടാണെന്ന് വിവരിക്കുകയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് 2 ശക്തികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ഭഗവാന്റെ 2 ശക്തികൾ: ഭൗതിക ശക്തി, ഭൗതിക ശക്തി, ഭൗതിക ശക്തി, ആധ്യാത്മിക ശക്തി. ശരി, ഭൗതിക ശക്തി എന്താണ്? ഭൗതിക ശക്തി മഹാപ്രകൃതി, നമ്മൾ അടങ്ങുന്ന ജീവഗണങ്ങൾ. ഭൗതിക ശക്തി എന്ന് പറയുമ്പോൾ ഭൗതിക പ്രകൃതിയാണ് ഭഗവാന്റെ അധമ ശക്തിയായിട്ടുള്ള ഭഗവാന്റെ അതിൽ പറയുന്നത്, ആ ശ്ലോകത്തിൽ പറയുന്നത് ഭിന്നാശക്തി, ഭിന്നാ പ്രകൃതി. ശ്രേഷ്ഠമായ ശക്തി നമ്മൾ ആത്മീയരായിട്ടുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മാക്കൾ, ഭഗവാന്റെ ശ്രേഷ്ഠമായ ശക്തിയാണ്. അപ്പോൾ ഭഗവാന്റെ അംശമായിട്ടുള്ള ആത്മീയരായിട്ടുള്ള നമ്മൾ ജീവാത്മാക്കൾ ഭഗവാന്റെ അധമശക്തിയായിട്ടുള്ള ഭൗതിക പ്രകൃതിയുമായിട്ട് സംബന്ധം വെക്കുമ്പോഴാണ് ഈ പ്രകൃതിയിൽ ഇങ്ങനെ വൈവിധ്യമാർന്ന ജീവജാലങ്ങളും വൈവിധ്യമാർന്ന കർമ്മങ്ങളും എല്ലാം തന്നെ രൂപം കൊള്ളുന്നത്. പലതരത്തിലുള്ള പ്രകൃതിയെ കാണുമ്പോൾ വൈവിധ്യമായിരുന്നു നമുക്ക് വളരെ ഭംഗിയായിട്ട് സുന്ദരമായിട്ടെല്ലാം തോന്നും. പക്ഷേ അതിനു പുറകിൽ ഈ ആധ്യാത്മിക ശക്തിയായിട്ടുള്ള ഭഗവത് അംശമായിട്ടുള്ള ജീവാത്മാവ് പ്രകൃതിയുമായിട്ട്, അപ്പോൾ പ്രകൃതിയുടെ 8 വിഭാഗങ്ങളെയാണ് ഭഗവാൻ പറഞ്ഞു തന്നത്. ഏതൊക്കെയാണത്? ഭൗതിക പ്രകൃതി, പഞ്ചഭൂതങ്ങളും, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം ഇവ ചേർന്ന ഭൗതിക പ്രകൃതി. അവയുമായിട്ട് എങ്ങനെയാണ് ജീവാത്മാവ് ബന്ധം സ്ഥാപിക്കുന്നത്? ഈ പഞ്ചഭൂതങ്ങളും പിന്നെ 3 സൂക്ഷ്മ ശരീരങ്ങളും എല്ലാം തന്നെ പ്രകൃതിയുടെ ഘടകങ്ങളാണ്. അവയുമായിട്ട് ജീവാത്മാവ് എങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നു? 24 മൂലകങ്ങളായി ചൂഷണം ചെയ്യുന്നു. അങ്ങനെയല്ല, അല്ല, 24 മൂലകങ്ങളായിട്ട് ഭൗതിക ഘടനയാവില്ലേ ചെയ്യുന്നത്? ത്രിഗുണങ്ങൾ, താഴ്ന്ന ത്രിഗുണങ്ങൾ ചൂഷണം ചെയ്യുന്നതുകൊണ്ട് ഭൗതിക ഗുണങ്ങളെ ചൂഷണം ചെയ്ത് അല്ല, ഗുണങ്ങളുമായി ഭൗതിക പ്രകൃതിയെ അതിക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, അല്ല, 24 മൂലകങ്ങളുമായിട്ട് ജീവാത്മാവില് നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളല്ലേ ചെയ്യുന്നത്? ശരീരത്തിൽ രൂപം കൊള്ളുന്നു. പക്ഷെ ഈ ശരീരമല്ലേ ഈ പഞ്ചഭൂതങ്ങളും ഈ 3 എന്താ പറയുന്നത് സൂക്ഷ്മ ശരീരവും ചേർന്നത് ശരീരമല്ലേ? ജീവാത്മാവിന് ബന്ധമുണ്ടാകുന്നത് ഈ ശരീരത്തോടാണല്ലോ. ജീവാത്മാവ് ഈ ഭൗതികമായ ശരീരത്തെ സ്വീകരിക്കുമ്പോഴാണ് ജീവാത്മാവിന് പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. കാരണം പ്രകൃതിയുടെ 8 ഘടകങ്ങൾ ചേർന്നതാണ് ഈ ശരീരം.
പഞ്ചഭൂതങ്ങളെ നമുക്ക് കണ്ണിന് കാണാൻ സാധിക്കുന്ന, അനുഭവിക്കാൻ സാധിക്കുന്ന പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾ ഈ പുറമേ കാണുന്ന ഈ ശരീരം, സ്ഥൂല ശരീരം എന്ന് പറയുന്നു അതിനെ. പിന്നെ അതിനുള്ളിൽ, ഈ സ്ഥൂല ശരീരത്തിനുള്ളിൽ ഇനിയൊരു ശരീരമുണ്ട്. അതാണ് സെഷനിൽ ഭഗവാൻ പറയുന്ന മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്ന് ചേരുന്ന സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിനും ഉള്ളിലാണ് ജീവാത്മാവിരിക്കുന്നത്. അപ്പോൾ ജീവാത്മാവിന് ഈ പ്രകൃതിയുടെ 8 ഘടകങ്ങളുമായിട്ട് ബന്ധമുണ്ടാകുന്നു. എങ്ങനെ? ജീവാത്മാവ് ഭൗതികമായ ഈ 8 ഘടകങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ള ശരീരത്തെ ജീവാത്മാവ് സ്വീകരിക്കുന്നു. അപ്പോഴാണ് ജീവാത്മാവിന് ഈ പ്രകൃതിയുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് ഇനി വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, ജീവാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് വരെ, അതായത് ഈ 8 ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ശരീരത്തിൽ പ്രവേശിക്കുന്നത് വരെ ശരീരം ജഡവസ്തുവാണ്. ശരീരത്തിന് ചേതന ഉണ്ടാകുന്നില്ല, ജഡവസ്തുവാണ് ശരീരം. അപ്പോൾ ആ ശരീരത്തിലേക്ക് ജീവാത്മാവ്, അതുകൊണ്ടാണ് പറയുന്നത് ജീവാത്മാവിനും ജഡവസ്തുവായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിക്കും തമ്മിൽ ബന്ധമുണ്ടാകുമ്പോഴാണ് പ്രകൃതിയിൽ വൈവിധ്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് പ്രകൃതിയുടെ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ശരീരം, പല വിധത്തിലുള്ള ശരീരങ്ങൾ, പല വിധത്തിലുള്ള ജീവതത്വങ്ങൾ, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുള്ളിൽ ആത്മീയമായിട്ടുള്ള ഈ ജീവാത്മാവ് പ്രവേശിക്കുമ്പോഴാണ്. അതാണ് ഭഗവാന്റെ 2, ഒന്ന് അധമാ ശക്തി, പിന്നൊന്ന് ശ്രേഷ്ഠമായ ശക്തി. അങ്ങനെ 2 ശക്തികളിൽ നിന്നും പക്ഷേ ഭഗവാൻ വ്യത്യസ്തനാണ്. എന്തുകൊണ്ടാണത്? ഇനി ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഭഗവാൻ ഇവരെയെല്ലാം തന്നെ നിലനിർത്തുകയും പിന്നെ സൃഷ്ടിയും സംഹാരവും ഭഗവാനാൽ ആണ് നടത്തപ്പെടുന്നത്. അല്ലാതെ ഭഗവാൻ ഈ പ്രകൃതിയിലെ സൃഷ്ടിയുമായിട്ട് ഭഗവാന് നേരിട്ട് ബന്ധമില്ല. ജീവാത്മാവിന് ഭൗതിക ശരീരം ലഭിച്ചോ, ജീവാത്മാവ് കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ ഭഗവാൻ അതിൽ ഇടപെടുന്നില്ല. പിന്നെയോ ഭഗവാൻ ജീവാത്മാവിന്റെ സൗകര്യത്തിനായിട്ട് ഒരു പ്രത്യേക സൃഷ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്നു, ഭൗതിക പ്രകൃതി ഉണ്ടാക്കി തന്നിരിക്കുന്നു. കൂടാതെ സമയമാകുമ്പോൾ അതിന്റെ സംഹാരവും ഭഗവാൻ തന്നെ നിർവഹിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും തമ്മിൽ സാമ്യമില്ല. ഭഗവാൻ വ്യത്യസ്തനാണ്. പ്രകൃതിയിൽ നിന്നും ജീവാത്മാവിൽ നിന്നും ഭഗവാൻ വ്യത്യസ്തനാണ്. കാരണം ഭഗവാൻ ഇവരുടെ 2 പേരുടെയും സംബന്ധത്തിൽ ഭഗവാൻ ഇടപെടുന്നില്ല. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് ഭഗവാനാലാണ്. അതാണ് ഭഗവാൻ ഇവരിൽ നിന്നെല്ലാം ഉത്കൃഷ്ടനും എന്നാൽ ഇവരുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്തതുമാണ് എന്ന് പറയുന്നത്. അതങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്, മത്ത പരതരം നാണ്യ കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം ക്രോധം സൂത്രേ മണികണായിവ. അതായത് ഭഗവാൻ ഇതിലൊന്നിലും നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും ഭഗവാനിൽ ഇവരെല്ലാവരും ഇണങ്ങി കോർക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ ഈ സൃഷ്ടിയും ഭഗവാന്റെ ശക്തിയാൽ ഈ തരം ഭൗതിക പ്രകൃതിയെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഭഗവാൻ എപ്പോൾ തന്റെ ശക്തിയെ പിൻവലിക്കുന്നുവോ അപ്പോൾ അതോടുകൂടി സൃഷ്ടിയെല്ലാം തന്നെ നിന്നു പോകുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭഗവാനുമായി ചേർന്നിരിക്കുമ്പോൾ ഭഗവാന്റെ ശക്തിയാൽ മാത്രമാണ് ഈ പ്രകൃതി ഇതുപോലെ വൈവിധ്യമാർന്നും അതുപോലെ ഒരു സമയം തെറ്റാതെ എല്ലാ കാര്യങ്ങളും നടന്നു പോരുന്നതും എല്ലാം തന്നെ ആ ഭഗവാന്റെ ശക്തിയാലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ ഭാഗത്തിൽ ഭഗവാനാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ശക്തിക്ക് എല്ലാത്തിനും ഉറവിടം എന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ചിലർ ഭഗവാനെ ആരാധിക്കുന്നില്ല? അതാണ് ഈ ഇനിയത്തെ സെഷനിൽ പറയുന്നത്. അതുകൂടാതെ ഭഗവാനെ എന്നാൽ ആരാധിക്കുന്നവർ, ഏതെങ്കിലും അവരവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിക്കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവരുമുണ്ട്. എന്നാൽ ഭഗവാനെ തിരിഞ്ഞു നോക്കാത്തവർ, ഭഗവാനെ അറിയാനേ ആഗ്രഹിക്കാത്തവരായിട്ടുള്ള കുറച്ച് പേരുമുണ്ട്. അവരെ കുറിച്ച് കൂടാതെ ഭഗവാനെ എന്തുകൊണ്ട് നമ്മൾ അഭയം പ്രാപിക്കണം അതും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഭഗവാന്റെ ശക്തിയാലാണ് എല്ലാം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ അഭയം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യം അതെന്താണ് എന്നും ഭഗവാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഭഗവാൻ അത് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അതായത്
സാത്വികം, രാജസികം, താമസികം എന്നീ 3 ഗുണങ്ങളാലാണ് ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. ആ ഗുണങ്ങൾ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. ഭഗവാനാണ് അതിന്റെ നിയന്താവ്. പക്ഷേ ഭഗവാനെ ആ ഗുണങ്ങൾ ബാധിക്കുന്നില്ല. ഭഗവാൻ നിർഗുണനാണ്. ഭൗതിക പ്രകൃതിയുമായിട്ട് ഭഗവാന് നേരിട്ട് ഒരു ബന്ധം തന്നെ ഇല്ല. ഗുണങ്ങൾ ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാന് ഭൗതികമായ ശരീരം ലഭിക്കുന്നില്ല. ഭഗവാൻ തന്റെ ആത്മസ്വരൂപത്തിൽ തന്നെ ഇവിടേക്ക് വരുമ്പോഴും ഭഗവാൻ തന്റെ ആത്മസ്വരൂപത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന് ഭൗതികമായ കർമ്മങ്ങളോ ഗുണങ്ങളോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. കാരണം അദ്ദേഹമാണ് എല്ലാത്തിന്റെയും ഉറവിടവും എല്ലാത്തിന്റെയും നിയന്താവും. അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ സത്വ രജസ് തമോ ഗുണങ്ങളാലാണ് ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. ആ ഗുണങ്ങളെ കുറിച്ചും ആ ഗുണങ്ങളാൽ നമ്മൾ ജീവാത്മാക്കൾ ബന്ധനത്തിലാകുന്നതിനെ കുറിച്ചും ആ ഗുണങ്ങളിൽ നിന്ന് മോചിതരാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നു. ത്രിഭിർഗുണമയൈർഭാവൈരേഭിഃ സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാമേദ്യ പരമവ്യയം. ത്രിഗുണങ്ങളാൽ സത്വം, രജസ്, തമസ് വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. അപ്പോൾ ഈ 3 ഗുണങ്ങളാലാണ് നമ്മൾ ജീവാത്മാക്കൾ എല്ലാവരും വ്യാമോഹിതരായി പോകുന്നത് എന്ന് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു. നമ്മൾ വ്യാമോഹിതരാകുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സത്യമല്ലാത്ത ഒന്നിനെ നമ്മൾ സത്യമാണ് എന്ന് കരുതി നമ്മൾ അതിനു വേണ്ടിയിട്ട് മരിക്കുന്നു, അതിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. കാരണം ഈ ജീവിതം വാസ്തവത്തിൽ നശ്വരമാണ്, ശാശ്വതമല്ല. ഈ ജീവിതത്തിൽ നമ്മോടൊപ്പം ലഭിച്ചിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികളാകട്ടെ, നമ്മുടെ ഈ വീടാകട്ടെ, നമ്മുടെ ആസ്തികളാകട്ടെ, സമ്പത്താകട്ടെ ഒന്നും തന്നെ ശാശ്വതമല്ല. എങ്കിലും നമ്മൾ അത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു. ഒരു വീട് ഉണ്ടാക്കുവാനായിട്ട് വളരെയധികം നമ്മൾ അധ്വാനിക്കുന്നു. ഒരു 5 സെന്റ് സ്ഥലം എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തി നമുക്കൊരു സ്വന്തമായ ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രോബ്ലം എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. എന്നിട്ട് ആ വീടുണ്ടാക്കി കഴിഞ്ഞാലോ അതിനെ മനോഹരമാക്കുന്നു. അതിലുള്ള ഇനി നമ്മുടെ ജീവിതം സ്വസ്ഥമായി, ഇനി നമ്മുടെ ജീവിതം വളരെ ഉറപ്പോടുകൂടിയ ജീവിതമാണ്. എങ്ങനെയാണത് ഉറപ്പോടുകൂടിയ ജീവിതമാകുന്നത്? കാരണം എല്ലാം തന്നെ നശ്വരമല്ലേ. പക്ഷെ നമ്മൾ അതാണ് ഭഗവാൻ പറയുന്നത്, ഈ ഗുണങ്ങളുടെ സ്വാധീനത്താൽ നമ്മൾ വ്യാമോഹിതരായിട്ട് ഇത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, ശാശ്വതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, ഇതാണ് ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വ്യാമോഹിതരാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം തന്നെ നമുക്ക് തോന്നുന്നത്. കാരണം ശരീരബോധത്തിൽ ശരീരത്തിനോട് സംബന്ധിയായിട്ടുള്ള എല്ലാത്തിനോടുമാണ് നമുക്ക് അടുപ്പമുണ്ടാകുക. അതാണ് ശാശ്വതം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് നമ്മൾ വിചാരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ ജീവാത്മാക്കളാണ്. ജീവാത്മാവിന് ഭഗവാനോടാണ് ശാശ്വതമായിട്ടുള്ള ബന്ധം. ശാരീരികമായിട്ടുള്ള ബന്ധം നശ്വരമാണ് എന്നൊന്നും നമ്മുടെ ഉള്ളിൽ കേറുന്നില്ല. നമ്മൾ അജ്ഞാനത്തിലാണ്. നമുക്ക് ആ ജ്ഞാനമേ നമ്മൾ എത്രമാത്രം വായിച്ചാലും പഠിച്ചാലും നമുക്കത് ശാശ്വതമായിട്ട് നമ്മുടെ തലയിൽ നിൽക്കുന്നില്ല. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാലേ നമ്മൾ വളരെയധികം പരിഭ്രാന്തരാകുന്നു. കാരണം ഈ ജ്ഞാനമൊന്നും ആ സമയത്ത് വർക്കാകുന്നില്ല. കാരണം ഗുണങ്ങളുടെ സ്വാധീനം നമ്മളിൽ അത്രമാത്രം ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത അധ്യായങ്ങളിലും ഭഗവാൻ 5-ാമത്തെ അധ്യായത്തിലും എല്ലാം ഭഗവാൻ പറഞ്ഞത്, ആത്മജ്ഞാനം ലഭിച്ച ആളാണെങ്കിൽ കൂടെ ഈ ഭൗതിക ശരീരം ഉള്ളിടത്തോളം കാലം ഗുണങ്ങൾ ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു, സ്വാധീനം ചെലുത്തുന്നു. അതാണ് പ്രകൃതി. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് അങ്ങനെ സ്വാധീനം ചെലുത്തിയാലും നമുക്ക് അതിൽ അകപ്പെടാതെ നമ്മൾ നിഷ്കാമരായിട്ട് അതിൽ വ്യാമോഹിതരാകാതെ സ്ഥിതപ്രജ്ഞരായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ സദാസമയവും അചഞ്ചലമായ ഭക്തിയുത സേവനം ചെയ്ത് അദ്ദേഹത്തിന്റെ സ്മരണയിൽ തന്നെ ഇരിക്കണം. ഇല്ലെങ്കിൽ ഈ മായ എന്നുള്ളത് എങ്ങനെയാണ്? ഭരത മഹാരാജാവ് ഇത്ര വലിയ സത്യയുഗത്തിലെ രാജാവായിരുന്നു. ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അതിയായ കഴിവുള്ള സമയമാണ്.
രാജാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം അത്രയും നാൾ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തിരുന്നതാണ്, ആത്മജ്ഞാനമുണ്ട്. എങ്കിലും ഒരു മാനിനെ കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ സാധനകളും നിന്നുപോയി, ഭഗവാന്റെ സേവകൾ നിന്നുപോയി. അദ്ദേഹം ആ വ്യാമോഹത്തിൽ പെട്ടുപോയി. അത്രമാത്രം ശക്തമാണ് ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുണങ്ങളുടെ വ്യാമോഹത്താൽ പെട്ടുപോകുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു? ഭഗവാൻ പറയുന്നത് ആ ഗുണങ്ങളുടെ നിയന്താവായിട്ടുള്ള, ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ള, അവ്യയനായിട്ടുള്ള, എല്ലാത്തിന്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവയ്ക്ക് അതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. നമ്മൾ ജീവാത്മാക്കൾ ഭഗവാനെ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ത്രിഗുണങ്ങളാൽ വശീകരിക്കപ്പെടുന്നു നമ്മൾ. പ്രകൃതിക്ക് അധീനനായ ഓരോ ജീവാത്മാവിനും ഓരോ വിധത്തിലുള്ള ശരീരാകൃതിയും പ്രത്യേക രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളുമായി സ്വയം തിരിച്ചറിയുക. അങ്ങനെയാണ് ത്രിഗുണങ്ങളാൽ വശീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ജീവാത്മാക്കൾ പ്രകൃതിയേക്കാൾ ഉത്കൃഷ്ടമായ ശക്തിയാണെങ്കിൽ കൂടെ ഭൗതിക പ്രകൃതിയുടെ ഒരു ശരീരം സ്വീകരിക്കുന്നതോടുകൂടി പ്രകൃതിക്ക് അധീനമാക്കപ്പെടുന്നു. പിന്നീട് പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. പ്രകൃതിയുടെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഗുണങ്ങളുടെ സ്വാധീനത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ സത്വം, രജസ്, തമസ് ഏത് ഗുണമാണോ നമ്മിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്, ഏത് ഗുണത്തിന്റെ സ്വാധീനമാണോ നമ്മളെ വല്ലാതെ വശീകരിക്കുന്നത്, ആ ഗുണത്തിന്റെ സ്വാധീനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. അങ്ങനെ അതിനനുസരിച്ച് ഓരോ ജീവാത്മാവിനും ഓരോ ശരീരാകൃതി, പ്രത്യേക രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ആയിട്ടാണ് ഓരോ ജീവിയും ഓരോ ജീവാത്മാവും തിരിച്ചറിയുന്നത്. അതായത് മൃഗങ്ങളെ എടുത്തു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ താമസിക ഗുണം മാത്രമാണ് ഉണ്ടാകുക, രാജസികവും സാത്വികവും ഒന്നും ഉണ്ടാകുകയില്ല. ആ താമസിക ഗുണത്താൽ അവർ ആ താമസിക ഗുണത്തിന്റെ എല്ലാ സ്വാധീനങ്ങളും ആ ജീവാത്മാവിന് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പൂച്ചയുടെയോ പട്ടിയുടെയോ ശരീരത്തിലുള്ള ജീവാത്മാവ് സ്വയം തിരിച്ചറിയുന്നത് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ആ ബോധത്തിലാണ്. അതാണ് ഗുണങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത്. ഉദാഹരണം, വർണ്ണം, രാഷ്ട്രം അല്ലെങ്കിൽ സമൂഹം മുതലായവ അടിസ്ഥാനമാക്കി നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ജനിച്ചയാൾ ഞാൻ ഈ രാജ്യക്കാരനാണ്, ഞാൻ ഈ സമൂഹത്തിൽ പെടുന്നു, എന്റെ ജാതി, എന്റെ മതം, അങ്ങനെയെല്ലാമാണ് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത്. നമ്മൾ വെറും മനുഷ്യരായിട്ടല്ല. നമ്മൾ ഏത് കുലത്തിൽ പിറന്നുവോ, ഏത് വീട്ടിൽ ആരുടെ അച്ഛനമ്മ മകളായിട്ട് മകനായിട്ട് പിറന്നുവോ, ഏത് കുലത്തിലാണ്, നമ്മൾ ഏത് ജാതിയിലാണ്, ഏത് വർഗത്തിലാണ്, ഏത് സമൂഹത്തിലാണ്, ഏത് രാഷ്ട്രത്തിലാണ്, ഇതിന്റെ എല്ലാം പുറകിൽ ഈ ഗുണങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ വ്യാമോഹത്തിന്റെ ഫലമായിട്ട് ഭൗതിക പ്രകൃതിക്ക് അതീതനായ പരമപുരുഷനെ നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് ശാശ്വതമായിട്ടുള്ള ബന്ധം ഭഗവാനുമായിട്ടാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ ഈ രാജ്യക്കാരനാണ്, അതുകൊണ്ട് ഈ രാജ്യക്കാരനായി നമ്മൾ അഭിമാനിക്കുന്നു, രാജ്യത്തിന് വേണ്ടി മരിക്കാനും നമ്മൾ തയ്യാറാണ്. അങ്ങനെയെല്ലാമാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ കുടുംബത്തിലെ നമ്മുടെ കുടുംബം വളരെ വളരെ പഴകിയ വളരെ പുരാതനമായ കുടുംബമാണ് എന്റേത്. എന്റെ മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ അവരെല്ലാം ഇങ്ങനെയെല്ലാം ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ സൽപ്പേരുണ്ട് ഈ വീട്ടിൽ. അങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ ശരീര സംബന്ധിയാണ് എല്ലാം, ഗുണങ്ങളുടെ പ്രേരണയാലാണ് നമ്മൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. ഭൗതിക പ്രകൃതിക്ക് പിന്നിൽ പരമപുരുഷനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സാത്വിക സ്വഭാവികൾ എങ്ങനെയാണ് വ്യാമോഹിതരാകുന്നത്? പരമസത്യത്തിന്റെ അവ്യക്തിഗത ബ്രഹ്മബോധത്തിനപ്പുറം പോകാൻ സാത്വികന്മാർക്ക് പോലും കഴിയുന്നില്ല. അത് ഒരാളെ സന്തോഷവും അറിവും കൊണ്ട് വ്യവസ്ഥ ചെയ്യുന്നു. ആരാണ് യഥാർത്ഥത്തിൽ മുക്തി നേടുന്നത്? അപ്പോൾ സത്വഗുണത്തിലേക്ക് ഉയർന്നാൽ പോലും അങ്ങനെയുള്ളവർ പോലും ഈ ഗുണങ്ങളിൽ നിന്ന് മോചിതരാകുന്നില്ല എന്ന്. കാരണം എന്താണ്? സത്വഗുണത്തിൽ ഒരാൾ വളരെയധികം സന്തുഷ്ടനായിരിക്കും. കാരണം പുണ്യകർമ്മങ്ങളുടെ പിൻബലം അയാൾക്കുണ്ടാകുന്നു. ആ പുണ്യകർമ്മങ്ങളുടെ പിൻബലത്തോടു കൂടി നല്ല ശ്രേഷ്ഠമായ ഒരു ഗൃഹത്തിൽ നല്ല അറിവോടുകൂടിയുള്ള ജീവിതമായിരിക്കും അയാൾ അനുഭവിക്കുന്നത്. അങ്ങനെ സന്തോഷവാനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ
അയാളും ആ ഗുണത്തിനപ്പുറം പരമപുരുഷനെ തേടി അദ്ദേഹത്തെ പ്രാപിക്കണം എന്നുള്ള ചിന്തയിൽ പോകുന്നില്ല. കാരണം സന്തോഷവാനാണ്, അത് മതി, ഈ ജീവിതം എനിക്ക് നല്ല സന്തോഷം നൽകുന്നു, ഇതേപോലെ മുന്നോട്ട് പോയാൽ മതി, മരണം വരെ ഈ സന്തോഷം എനിക്ക് ഉണ്ടാകണം, അങ്ങനെയെല്ലാമാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷെ അത് നമ്മളെ വീണ്ടും പുനർജന്മത്തിലേക്ക് നയിക്കുന്നു എന്ന് ചിന്തിക്കുന്നില്ല. ഈ സന്തോഷം എന്നുള്ളത് മുൻ ജന്മത്തിലെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ്. പക്ഷെ ഇത് വീണ്ടും പുനർജന്മത്തിലേക്ക് നയിക്കുന്നു. ഈ പുനർജന്മം എന്നുള്ളത് ഇല്ലാതെയാക്കണം, അതിനെ ഭഗവാനെ ശരണം പ്രാപിക്കണം, അങ്ങനെയൊന്നും കൂടെ ചിന്തിക്കുന്നില്ല സത്വഗുണത്തിലുള്ളവർ പോലും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മുക്തി എന്നുള്ളത് സത്വഗുണത്തിലും ലഭിക്കുന്നില്ല. സത്വഗുണത്തെയും മറികടന്ന് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് ഉയരണം, വാസുദേവ സത്വം എന്നുള്ള അവസ്ഥയിലേക്ക് ഉയരണം. കൃഷ്ണാവബോധത്തിൽ സ്ഥിരനിഷ്ഠനായ ഒരാൾക്ക് മാത്രമാണ് മുക്തി നേടാൻ സാധിക്കുന്നത്. കൃഷ്ണാവബോധം 3 ഗുണങ്ങൾക്കും അതീതമാണ്. അപ്പോൾ അങ്ങനെ ഗുണങ്ങൾക്ക് അതീതനായ ഒരാൾ, ഗുണങ്ങളുടെ അധീനത്തിലാക്കപ്പെട്ട ഒരാൾ ഭഗവാനാണ് ഇതിനെല്ലാത്തിനും പുറകിൽ എന്ന് മനസ്സിലാക്കുന്നില്ല, ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നില്ല, നമ്മൾ വ്യാമോഹിതരാക്കപ്പെടുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഗുണങ്ങളെ മറികടക്കാം? ഇതിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ് സാധ്യമാകുക? അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ദേവീഹേഷ ഗുണമയീ മമമായ ദുരത്യയ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിദേ. എങ്ങനെ നമുക്ക് ഗുണങ്ങളെ മറികടക്കാം? ഭഗവാൻ പറയുന്നത്, ഭഗവാന് കീഴടങ്ങുക, മാമേവയേ പ്രപദ്യന്തേ, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നത് മാത്രമേ വഴിയുള്ളൂ. കാരണം മമമായ, ഭഗവാൻ പറയുന്നത് ഇത് എന്റെ മായയാണ്, ഭഗവാന്റെ ശക്തിയാണ് ഈ പ്രകൃതി. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കാതെ, അതായത് ആ ശക്തിയുടെ ഉടമസ്ഥനെ ശരണം പ്രാപിക്കാതെ എങ്ങനെ ആ ശക്തിയിൽ നിന്ന് മോചിതരാകാൻ സാധിക്കും? കാരണം ശക്തി ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ പറയുന്നതനുസരിച്ച് ശക്തി പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ആ ശക്തിയെ നമുക്ക് കീഴടക്കണമെങ്കിൽ അതിന്റെ ഉടമസ്ഥന് ശരണാഗതനാക്കുക. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മായാദേവി നമ്മളെ കൈവിടുന്നു, നമ്മളെ മോചിപ്പിക്കുന്നു. അത് മാത്രമേ വഴിയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഇത് ഗുണമയി മായ ദൈവീ പ്രകൃതിയാണ്. ഭഗവാന്റെ ശക്തിയായതുകൊണ്ട് അതും ദൈവീകമാണ്. അതിനും വളരെയധികം ശക്തിയുണ്ട്. കാരണം നമ്മൾ ജീവാത്മാക്കൾ ഉത്കൃഷ്ട ശക്തികളാണെങ്കിൽ കൂടെ പ്രകൃതിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി നമ്മുടെ ശക്തിയെല്ലാം തന്നെ നമ്മൾ മറന്നു പോകുന്നു. ജീവാത്മാവിനും ഭഗവാന്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്, എല്ലാ ശക്തിയുമുണ്ട്. അണു അവസ്ഥയിലാണെങ്കിൽ കൂടെ ജീവാത്മാവിന് ആ ശക്തി മതി. ആത്മജ്ഞാനം നേടിയ മുൻകാലങ്ങളിലെ ഋഷിമാർക്ക് എല്ലാവർക്കും ഭൂതം ഭാവി വർത്തമാനം ഇതെല്ലാം കാണാനും വ്യാസദേവന് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം വ്യാസദേവൻ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ഭഗവാനെ സ്വയം ദർശിക്കുന്നു. ഭഗവാന്റെ പുറകിൽ ഭഗവാന്റെ നിഴലായിട്ടുള്ള ഈ പ്രകൃതിയെയും മായയെയും വ്യാസദേവന് ദർശിക്കാൻ സാധിച്ചു. അപ്പോൾ അത്രമാത്രം ആത്മജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവിന്റെ ശക്തി, പൊട്ടൻസി അത്രമാത്രമുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ശരീരബോധത്തിലേക്ക് ആക്കപ്പെടുന്നതോടുകൂടി നമ്മുടെ ശക്തിയെല്ലാം തന്നെ നമ്മൾ മറന്നു പോകുന്നു, പ്രകൃതിക്ക് അധീനമാക്കപ്പെടുന്നു. അതാണ് പ്രോബ്ലം ആകുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോചനം എന്നുണ്ടെങ്കിൽ ഭഗവാന് കീഴടങ്ങുക. ഭഗവാൻ പറയുന്നത് 3 പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ എന്റെ ദിവ്യ ശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർ, അവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. ഭഗവാന് ശരണാഗതരാകുക. മാമേവയെ പ്രപദ്യന്തേ, ഭഗവാന് മാത്രം, വേറെ ആരെയെങ്കിലും ശരണാഗതരായിട്ട് പ്രയോജനമില്ല. കാരണം മായ ഭഗവാന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഭഗവാന് മാത്രം ശരണാഗതരാകുക. ഭൗതിക പ്രകൃതി ഭഗവാന്റെ ഒരു താഴ്ന്ന ശക്തിയാണെങ്കിലും അത് ആത്യന്തികമായി പരമമായ ഇച്ഛാശക്തിയാൽ നടത്തപ്പെടുന്നു. ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ ശക്തിയുടെ അംശങ്ങളാകയാൽ അവയ്ക്കും ദിവ്യത്വമുണ്ട്. അതായത് നമ്മൾ ജീവാത്മാക്കൾക്കും ദിവ്യത്വമുണ്ട്. കാരണം നമ്മളും ഭഗവാന്റെ ശക്തിയാണ്. പക്ഷേ ഭൗതിക ശക്തിയുമായുള്ള സമ്പർക്കം കൊണ്ട് അതിന്റെ മൗലികമായ ദിവ്യ പ്രഭാവം മൂടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശക്തിയെ നമുക്ക് ഓർത്തെടുക്കാനോ തിരിച്ചറിയാനോ ഒന്നും തന്നെ സാധ്യമാകുന്നില്ല. കാരണം ജീവാത്മാവ് ഇപ്പോൾ
ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അവബോധത്തിലാണ്. ഈ ശരീരത്തിന്റെ എന്തെല്ലാം ആഗ്രഹങ്ങളാണോ അതാണ് ജീവാത്മാവിന്റെയും ആഗ്രഹം. ശരീരത്തിന് ആവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതാണ് ജീവാത്മാവിന്റെയും ആവശ്യം. അല്ലാതെ ജീവാത്മാവിന് തന്റെ സ്വന്തം സ്വരൂപസ്ഥിതി എന്താണ് എന്ന് ഓർത്തെടുക്കാൻ പോലും സാധ്യമാകുന്നില്ല. കാരണം പൂർണ്ണമായിട്ടും ശാരീരിക ബോധത്താൽ അജ്ഞാനത്തിലേക്ക് ആക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രകൃതിയെ സ്വന്തം ശക്തിയാൽ ജീവാത്മാവിന് മറികടക്കാൻ സാധ്യമല്ല. കാരണം ജീവാത്മാവിന് തന്റെ ശക്തിയെ കുറിച്ച് ഓർമ്മയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ, ശരീരത്തിന്റെ സ്വന്തം പ്രയത്നത്താൽ നമുക്ക് ജീവാത്മാവിനെ മോചിപ്പിക്കാൻ സാധ്യമല്ല. പിന്നെയോ എന്ത് ചെയ്യും? ജീവാത്മാവിന്റെ അജ്ഞാനത്തെ നീക്കണമെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധത്തിലൂടെ പ്രവർത്തനങ്ങൾ, ഭഗവാന്റെ സേവനങ്ങൾ, അതുമാത്രമേ സാധ്യമാകുകയുള്ളൂ. ക്രമേണ ശ്രവണം, കീർത്തനം, സ്മരണം മുതലായിട്ടുള്ള സേവനങ്ങളിലൂടെ ജീവാത്മാവിന്റെ അജ്ഞാനത്തെ കുറേശ്ശെയായിട്ട് നമ്മൾ ഇല്ലാതാക്കി ജീവാത്മാവിനെ പഴയതുപോലെ അതിന്റെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരണം. അവബോധം പരിശുദ്ധമാക്കണം. അതാണ് പ്രക്രിയ. അതിനു വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത് ഭഗവാൻ എനിക്ക് ശരണാഗതരാകുക എന്ന് ഭഗവാൻ പറയുന്നു. തങ്ങളെ ആവരണം ചെയ്യുന്ന ഭൗതിക ശക്തിയുടെ സ്വാധീനതയെ ജീവാത്മാക്കൾക്ക് അതിജീവിക്കാൻ ആവില്ല. നമ്മൾ അജ്ഞാനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ നിത്യബദ്ധരാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിത്യബദ്ധർ എന്ന് പറയുമ്പോൾ ഒരു ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ ഒരു ശരീരം, അങ്ങനെ നമ്മൾ ആ ശരീരങ്ങളിലൂടെ മാറി ജന്മം എടുത്തുകൊണ്ട് വരുന്നു എന്നല്ലാതെ അതിൽ നിന്നുള്ള മോചനം നമുക്ക് സാധ്യമാകുന്നില്ല. കാരണം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല. മോചനം സാധ്യമാകുന്നത് കൃഷ്ണനെ ശരണാഗതനാകുന്നതോടുകൂടി മാത്രമാണ്. പക്ഷെ അത് പരിശ്രമിക്കാത്തിടത്തോളം കാലം, പ്രകൃതിയുടെ അധീനതയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ നിത്യബദ്ധരാണ്. മോചിതരാകാൻ സാധ്യമല്ല. ഉപാധിബദ്ധനായ ആത്മാവിനെ നിത്യബദ്ധൻ എന്ന് പറയുന്നു. ഭൗതിക ചരിത്രത്തിൽ ഇന്ന ഘട്ടത്തിലാണ് ജീവന് ബന്ധനം വന്നു പെട്ടത് എന്ന് ആർക്കും കണ്ടെത്താൻ കഴിയില്ല. എപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു ഒരു പിടിയുമില്ല. നമ്മുടെ ഇങ്ങോട്ടുള്ള വരവിനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എപ്പോഴോ ഏതോ ഒരു കാലത്ത് നമ്മൾ ഇവിടെ വന്നു പെട്ടതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇനിയും മോചനം സാധ്യമായിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോഴും ഇവിടെയുള്ളത്. അപ്പോൾ ഈ ജന്മത്തിലാണെങ്കിലും അതിനെ പരിശ്രമിക്കുക. നിരന്തരം ഭഗവാന്റെ സ്മരണയിൽ ശ്രവണം, കീർത്തനം, സ്മരണം മുതലായവ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ഉപാധിയിൽ നിന്ന്, ശരീരം എന്നുള്ള ഉപാധിയിൽ നിന്ന് മോചനം നേടാനായിട്ട് പരിശ്രമിക്കുക. ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ, ശ്രീല പ്രഭുപാദർ പറയുന്നു, ഈ ഗുണം എന്നുള്ള വാക്കിന് കയർ എന്നും അർത്ഥമുണ്ട്. ബദ്ധനായ ജീവൻ മായയുടെ കയറുകളാൽ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കൈകളും കാലുകളും കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരാൾക്ക് സ്വയം സ്വതന്ത്രനാകാൻ കഴിയില്ല. ബന്ധമില്ലാത്ത ഒരു വ്യക്തി അവനെ സഹായിക്കണം. ബന്ധിതനെ സഹായിക്കാൻ ബന്ധിക്കാത്തതിനാൽ രക്ഷകൻ മോചിപ്പിക്കപ്പെട്ടേക്കാം. അതിനാൽ ഭഗവാൻ കൃഷ്ണനോ അല്ലെങ്കിൽ കൃഷ്ണന്റെ വിശ്വസ്ത പ്രതിനിധിയായ ആത്മീയ ഗുരുവിനോ മാത്രമേ ബദ്ധനായ ആത്മാവിനെ മോചിപ്പിക്കാൻ കഴിയൂ. കൃഷ്ണൻ ഈ മോചനം കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ പ്രിയപ്പെട്ട പുത്രൻ ആയതിനാൽ കീഴടങ്ങിയ ആത്മാവിനോടുള്ള അകാരണമായ കാരുണ്യത്താലും ജീവജാലത്തോടുള്ള പിതൃവാത്സല്യത്താലും ആണ് കൃഷ്ണൻ ഈ മോചനം കൽപ്പിക്കുന്നത്. കഠിനമായ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്ന് മോചനം നേടാനുള്ള ഏക മാർഗം ഭഗവാന്റെ പാദപത്മങ്ങളിൽ സ്വയം സമർപ്പിക്കുക എന്നതാണ്. അപ്പോൾ കൈകാലുകൾ കെട്ടിയിട്ടുള്ള ഒരാളെ അയാൾക്ക് സ്വയം മോചനം സാധ്യമാണോ? ഒരിക്കലുമല്ല. എങ്ങനെയാണ് അയാൾക്ക് മോചനം സാധ്യമാകുന്നത്? അപ്പോൾ ബന്ധനത്തിലല്ലാത്ത ഒരാൾ വന്നിട്ട് അയാളുടെ കൈകാലുകളെല്ലാം അഴിച്ച് അയാളെ മോചിപ്പിക്കണം. അതുപോലെ നമ്മളും ജീവാത്മാവ് ശരീരബോധത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. അതിൽ നിന്നുള്ള മോചനം സ്വയം സാധ്യമല്ല. നമുക്ക് സ്വയം എന്തെങ്കിലും വായിച്ച് പഠിച്ച ഊഹാപോഹങ്ങളിലൂടെ നമ്മൾ എന്തെങ്കിലും അനുമാനം ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്താൽ മോചിതനാകാം, എനിക്ക് എങ്ങനെയാണ് ക്ലേശങ്ങളെല്ലാം വന്നിരിക്കുന്നത്, ഇതെല്ലാം സ്വയം ആലോചിച്ച് അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിനുവേണ്ടി പ്രതിവിധി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അത്രത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉയർന്നിട്ടില്ല. അവ പരിമിതിയുള്ളതാണ്. ഭൗതിക കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് സാധ്യമാകുകയുള്ളൂ.
അപ്പോൾ അതിനുള്ള ഉപാധി എന്താണ്? ബന്ധനത്തിലല്ലാത്ത ഒരാൾ, ഇതിൽ നിന്ന് മോചനം ലഭിച്ച ഒരാൾ, അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം നമ്മിൽ ചൊരിയുകയാണെങ്കിൽ, നമുക്ക് ഭഗവാന്റെ ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർ അവരുടെ കരുണയാൽ അവരെ ശരണം പ്രാപിച്ചാൽ, അവരുടെ ഉപദേശങ്ങൾ അനുസരിച്ച്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ജീവാത്മാവിനെ മോചിപ്പിക്കാം. അല്ലാതെ നമുക്ക് ഇതിൽ നിന്നുള്ള മോചനം സാധ്യമല്ല. അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് നമ്മൾ ഭഗവാനെ സ്വയം വിട്ടിട്ട് വന്നതാണ്, എങ്കിലും ഭഗവാൻ നമ്മളോടൊപ്പം, ജീവാത്മാവിനോടൊപ്പം പരമാത്മാവായിട്ട് എല്ലാ ശരീരത്തിലേക്കും വരുന്നു. നമ്മളെ മോചിപ്പിക്കാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ, പിന്നെ അദ്ദേഹത്തിന്റെ ഭക്തന്മാരെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിടുന്നു ഇങ്ങോട്ടേക്ക് നമ്മളെ ഉപദേശിക്കാൻ. ഇതെല്ലാം എന്തിനാണ് ഭഗവാൻ ചെയ്യുന്നത്? ഭഗവാൻ എന്താണ്, നമ്മൾ അവിടെ ചെന്നില്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ അദ്ദേഹം എന്താണ്? നമ്മുടെ പിതാഹം അസ്യ ജഗതോ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, നമ്മൾ എല്ലാവരും അഹം ബീജപ്രദ പിതാ, നമ്മളുടെ എല്ലാവരുടെയും പിതാവ് അദ്ദേഹമാണ്. അപ്പോൾ മക്കൾ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ദുഃഖമുണ്ടാകുന്നത് അച്ഛനും അമ്മയ്ക്കും മാത്രമാണ്, വേറെ ആർക്കും തന്നെ ദുഃഖമുണ്ടാകുകയില്ല. അപ്പോൾ അച്ഛനായിട്ടുള്ള ഭഗവാൻ നമ്മൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം നമ്മുടെ മേൽ ചൊരിയുന്ന കരുണയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവത്ഗീത ഭഗവാന്റെ കരുണയാണ് നമ്മളെ തിരിച്ച് കൊണ്ടുപോകാൻ, നമ്മളിരിക്കുന്ന അജ്ഞാന അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കി തന്ന്, നമ്മുടെ യഥാർത്ഥ പൊസിഷൻ എന്താണ് എന്ന് പറഞ്ഞു തന്ന് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ മക്കളായതുകൊണ്ട് പിതൃവാത്സല്യത്താൽ ആണ് ഭഗവാൻ ഈ മോചനം നമുക്ക് തന്നിരിക്കുന്നത്, അതിനുള്ള ഉപാധി തന്നിരിക്കുന്നത്. അപ്പോൾ മാമേവ എന്ന വാക്കിന്റെ പ്രസക്തി കൃഷ്ണന് അല്ലെങ്കിൽ വിഷ്ണുവിന് മാത്രം കീഴടങ്ങുക, ഏതെങ്കിലും ദേവതമാർക്കല്ല. പ്രഭുപാദ പറയുന്നത് ബ്രഹ്മാവും ശിവനും വളരെ ഉയർന്നതും ഏതാണ്ട് വിഷ്ണുവിന്റെ തലത്തിൽ തന്നെയാണെങ്കിലും അത്തരം രജോ ഗുണ, തമോ ഗുണ എന്നിവയുടെ അവതാരങ്ങൾക്ക് മായയുടെ പിടിയിൽ നിന്ന് ബദ്ധനായ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ബ്രഹ്മാവും ശിവനും എല്ലാം തന്നെ ഭഗവാനിൽ നിന്ന് അവതരിച്ച ഭഗവാന്റെ തന്നെ ശക്തികളാണ്. പക്ഷേ അവർക്കും കൂടെ നമ്മളെ മോചിപ്പിക്കാനുള്ള കഴിവില്ല. കാരണം അവരും ഗുണങ്ങൾക്ക് അധീനരാണ്. ആ ത്രിമൂർത്തികൾ ത്രിഗുണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ. ബ്രഹ്മാവ് രജോ ഗുണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം സൃഷ്ടിയുടെ ആവശ്യത്തിന് രജോ ഗുണം അത്യാവശ്യമാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് രജോ ഗുണത്തിലാണ് നിലനിൽക്കുന്നത്. ഭഗവാൻ വിഷ്ണു സത്വഗുണത്തിൽ നിൽക്കുന്നു. ശിവനാണെങ്കിൽ തമോ ഗുണത്തിൽ. കാരണം ശിവൻ സംഹാരത്തിന്റെ ഭഗവാനാണ്. അതുകൊണ്ട് അപ്പോൾ അവർക്കും നമ്മളെ മോചിപ്പിക്കാനുള്ള കഴിവില്ല. ബ്രഹ്മാവും ശിവനും മായയുടെ സ്വാധീനത്തിലാണ്. മായയുടെ അധിപൻ വിഷ്ണു മാത്രമാണ്. അതിനാൽ ബദ്ധനായ ജീവാത്മാവിന് മോചനം നൽകാൻ ഭഗവാന് മാത്രമേ കഴിയൂ. അപ്പോൾ തമേവ മണിഭൂഷൺ മാതാജി, മാതാജിന്റെ നെറ്റ് വീക്ക് ആവുന്നുണ്ട്. അത് എന്റെ പ്രോബ്ലം ആണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നു. മണിഭൂഷൺ മാതാജിയോടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ മാതാജി? ക്ലിയർ ആണോ? എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അപ്പൊ എന്റെ നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. പ്രഭുവിന്റെ പ്രോബ്ലം ആകാനാണ് സാധ്യത. നമുക്ക് കേൾക്കണ്ട കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ തമേവ വിദിത്വ എന്നുള്ള സൂക്തം, അതിൽ ശ്വേതാശ്വതര ഉപനിഷത്തിലുള്ള സൂത്രത്തിൽ പറയുന്നത് കൃഷ്ണനെ അറിയുന്നത് കൊണ്ട് മാത്രമേ മുക്തി സാധ്യമാകൂ എന്ന് പ്രഭുപാദ പറയുന്നു. ഭഗവാൻ ശിവൻ പറയുന്നത് മുക്തിപ്രദാത സർവേഷാം വിഷ്ണുരേവ ന സംശയഃ. എല്ലാവർക്കും മോക്ഷദായകനായിട്ടുള്ളത് വിഷ്ണു മാത്രമാണ്. അതുകൊണ്ട് ഭഗവാന് ശരണാഗതരാകുക. എങ്കിലും ഭഗവാൻ ഇവിടെ പറയുന്നു 4 വിധത്തിലുള്ള ദുഷ്കൃതികൾ ഭഗവാന് ഒരിക്കലും ശരണാഗതരാകുന്നില്ല. ഭക്തന്മാർ മാത്രമേ, സുഹൃതികളായിട്ടുള്ളവർ മാത്രമേ ഭഗവാനെ ശരണാഗതരാകുന്നുള്ളൂ. ആരൊക്കെയാണ് ആ ദുഷ്കൃതികൾ എന്നതാണ് അടുത്ത സെഷനിൽ പറയുന്നത്, അല്ല ഈ 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കൃഷ്ണന് കീഴടങ്ങാനുള്ള ഒരാളുടെ കഴിവ് അയാളുടെ ഭക്തിയും അറിവും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയും അറിവും ഇല്ലെങ്കിൽ ഒരാൾക്ക്, അജ്ഞാനത്തിൽ അവിദ്യയിലിരിക്കുന്ന ഒരാൾക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നില്ല. അങ്ങനെയുള്ളവർ ഭഗവാനെ കീഴടങ്ങുന്നില്ല.
അപ്പോൾ ആരൊക്കെയാണ് ഭഗവാനെ കീഴടങ്ങാത്ത 4 വിധത്തിലുള്ള ദുഷ്കൃതികൾ? നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തേ നരാഘവാഃ മായയാ ബഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ. 4 തരം ദുഷ്കൃതികൾ: മൂഢന്മാർ, നരാധമന്മാർ, മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവർ, ആസുരം ഭാവം ആശ്രിതർ. ഇങ്ങനെയുള്ള 4 ആസുരിക സ്വഭാവികൾ അല്ലെങ്കിൽ ദുഷ്കൃതികൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഭൗതിക നിയമങ്ങളിൽ നിന്ന് മോചനം നേടാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിലും ബുദ്ധിശക്തിയും കഠിനാധ്വാനികളുമായ നേതാക്കൾ എന്തുകൊണ്ട് ഈ പരിഹാരത്തിലേക്ക് കടക്കുന്നില്ല? അതായത് നേതാക്കന്മാർ, നമ്മുടെ പൊളിറ്റീഷ്യൻസ് എല്ലാവരും ജനങ്ങൾ കഷ്ടപ്പെടുന്നു, അതാണ് ഇതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള വഴി ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അവർ ആ വഴി സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഭൗതിക നേട്ടങ്ങൾക്കായി അവർ ശാസ്ത്രജ്ഞരും തത്വചിന്തകരും മറ്റുമായി സ്വയം അവതരിക്കുന്നു. അവർക്ക് ഭഗവാനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. അവർ പരമേശ്വരന്റെ പദ്ധതിയോ പാതയോ അംഗീകരിക്കുന്നില്ല. അവർ അവരുടെ സ്വന്തം ലൗകിക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അത്തരം പദ്ധതികളുടെ ഫലം അവ പരിഹരിക്കാനുള്ള അവരുടെ വിഫല ശ്രമത്തിൽ ഭൗതിക അസ്തിത്വത്തിന്റെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നു. ഭൗതിക പ്രകൃതി വളരെ ശക്തമാണ്. ഇത് നിരീശ്വരവാദികളുടെ അനധികൃത പദ്ധതികളെ ചെറുക്കുകയും ആസൂത്രണ കമ്മീഷനുകളെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നു. ഭൗതിക പ്രകൃതിയുടെ സ്ഥാനം, അതിന് സ്വതന്ത്രമായ അധികാരമില്ല. കാരണം ഭഗവാന്റെ ശക്തിയാലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ശക്തിയോട് തുലനം നിൽക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ നമ്മൾ ഭരണാധികാരികളെല്ലാം പ്രകൃതിയെ കീഴടക്കി നമ്മുടെ ക്ലേശങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പുതിയ പുതിയ ക്ലേശങ്ങളാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ജനപ്പെരുപ്പം തടയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? കാടുകളെല്ലാം അതിക്രമിച്ച് കാടുകളെ നമ്മൾ നാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? കേരളത്തിൽ കാട്ടിൽ നിന്ന് അവർ മൃഗങ്ങൾ എങ്ങോട്ട് പോകാനാണ്? അപ്പോൾ പ്രകൃതിയുടെ ആ ശക്തി നമ്മളെ അമ്പരപ്പിക്കും. നമുക്ക് ആ പ്രകൃതിക്ക് മുന്നിൽ നിൽക്കാനുള്ള ശക്തിയില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. പ്രകൃതിക്ക് നമ്മൾ കീഴടങ്ങുക തന്നെ വേണം. പ്രകൃതി നിയമം അനുസരിച്ച് ജീവിക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ മനുഷ്യർ അത് അംഗീകരിക്കുന്നില്ല. കാരണം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. പ്രകൃതി ഭഗവാന്റെ ശക്തിയാണ്. ആ ശക്തിക്ക് അനുസൃതമായിട്ട്, ശക്തിയുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് തന്നെ നമ്മൾ ജീവിച്ചു പോകണം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെയോ അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്തോറും നമ്മൾ ഇങ്ങനെ ക്ലേശങ്ങളിൽ പെട്ടുപോകുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ചൂഷണം ചെയ്യുന്ന ദുരാത്മാക്കളാണ് ഈ 4 പേരെ ഭഗവാൻ ഇവിടെ പറയുന്നത്. ജീവാത്മാവിനെ വഞ്ചിക്കാനുള്ള ഭൗതിക പ്രകൃതിയുടെ ശക്തിയാണ്. ദൈവനിഷേധ സ്വഭാവം കാരണം നിരീശ്വരവാദിക്ക് ഭൗതിക പ്രകൃതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ 4 വിധത്തിലുള്ള ദുഷ്കൃതികൾ. ആദ്യത്തെ ആൾക്കാർ മൂഢന്മാർ. പ്രഭു അത് പറയുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന കഴുതകളെ പോലെയാണ് മൂഢന്മാർ. അതായത് കഴുത രാവിലെ മുതൽ രാത്രി വരെ കഴുതയുടെ ഉടമസ്ഥൻ പറയുന്ന ഭാരം മുഴുവൻ ചുമക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് പുല്ല്, എല്ലാ ജോലിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉടമസ്ഥൻ കുറച്ച് പുല്ലും വെള്ളവും നൽകും, അത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രഭുപാദ ചോദിക്കുന്നത്, പുല്ലും വെള്ളവും നാട്ടിൽ എല്ലാ ദിക്കിലുമുണ്ട്, അതിന് കഴുത ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ അതിന് ലഭിക്കുന്നതാണ് അത്. പക്ഷെ എങ്കിലും കഴുതയുടെ ചിന്ത, കാരണം മൂഢനായതുകൊണ്ട് കഴുതയുടെ ചിന്ത എനിക്ക് എന്റെ ഉടമസ്ഥൻ തന്നാൽ മാത്രമേ പുല്ല് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ മൂഢന്മാർ രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്യുന്നു. കാരണം തനിക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അനുഭവിക്കണം, അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ആ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷേ ഇവിടെ പ്രഭുപാദ പറയുന്നത് നമ്മുടെ സുഖവും ദുഃഖവും എല്ലാം ഓൾറെഡി പ്രീ ഡെസ്റ്റിൻഡ് ആണ്. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യതയുള്ള സുഖ ദുഃഖങ്ങളെല്ലാം നമ്മളെ തേടിയെത്തും. അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതില്ല. വാസ്തവത്തിൽ മനുഷ്യ ശരീരം ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു സാധാരണ മനുഷ്യർ? കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിക്കുന്നു, പക്ഷെ അത് ഭഗവാന് കൊടുക്കാൻ പോലും അവർ മടിക്കുന്നു. കാരണം എന്റെ കയ്യിലുള്ള കാശ് കുറഞ്ഞു പോകുമോ എന്താണ് ചിന്ത. അങ്ങനെ അവർ
ആർക്കു വേണ്ടി പ്രവർത്തിക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. ഫലങ്ങളോടുള്ള ആസക്തി മൂലമാണ് അധ്വാനത്തിന്റെ ഫലം സ്വയം ആസ്വദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവാനുമായിട്ട് കൂടി അത് പങ്കുവെക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ഒരു കഴുത തന്റെ യജമാനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ, എന്നാൽ താൻ ആർക്കു വേണ്ടിയാണ് ഇത്ര കഠിനാധ്വാനം ചെയ്യുന്നത് എന്നറിയില്ല. കർമ്മം യജ്ഞത്തിന് വേണ്ടിയുള്ളതാണ്, അതായത് ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന് മൂഢന്മാർക്ക് അറിയുന്നില്ല. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ അവർ ആസ്വദിക്കുന്നുള്ളൂ. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വിനാശകരമായ ഭൗതിക നേട്ടങ്ങളാണ് ജീവിതം. മൂഢന്മാർ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ ഉറക്കമില്ലാത്ത രാത്രികൾ, ഭക്ഷണത്തിന് സമയമില്ല, അൾസർ, ദഹനക്കേട് തുടങ്ങിയവയാൽ ബുദ്ധിമുട്ടുന്നു. അതുപോലെ കഴുത പുല്ല് കിട്ടിയാൽ വയറ് നിറച്ചും, പുല്ല് കിട്ടിയാൽ അടിപിടി ഭയന്ന് അല്പനേരം ഉറങ്ങിയും പിന്നെ ഇണയുടെ നിന്ന് ആവർത്തിച്ചുള്ള ചവിട്ടും കുത്തും നിരന്തരം ഏറ്റുകൊണ്ട് ലൈംഗികാസക്തിയും തൃപ്തിപ്പെടുത്തുന്നു. അങ്ങനെയാണ് മൂഢന്മാർ എന്ന് പ്രഭുപാദ പറയുന്നത്. ഇനി നരാധമന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവർ. നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അധമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ളവർ. മനുഷ്യവർഗങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ അപരിഷ്കൃതം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ നിരവധി താഴ്ന്ന രൂപങ്ങൾ. പരിഷ്കൃതം സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ ജീവിതത്തിന്റെ തത്വങ്ങൾ നിയന്ത്രിക്കുന്നവർ. നരാധമന്മാർ എന്ന് പറഞ്ഞാൽ സാമൂഹികവും രാഷ്ട്രീയവുമായി വികസിച്ചെങ്കിലും മതതത്വങ്ങളൊന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ. മതങ്ങളെ എന്തിനു നമ്മൾ അനുസരിക്കണം? അതും പ്രഭുപാദ പറയുന്നു. പരമമായ സത്യവും ഭഗവാനുമായുള്ള മനുഷ്യന്റെ ബന്ധം അറിയാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ. മതങ്ങളിലൂടെ നമ്മൾ ഒരു നിയന്ത്രിത ജീവിതം നയിക്കുന്നു. ആ നിയന്ത്രിത ജീവിതം ഭഗവാനെ അറിഞ്ഞ് മുക്തിയിലേക്കുള്ള വഴിയാണ്. അതിനു വേണ്ടിയിട്ടാണ് മതങ്ങൾ നമ്മളെ സഹായിക്കേണ്ടത്. പക്ഷേ നരാധമന്മാർ അതും അനുസരിക്കുന്നില്ല. അങ്ങനെ അവർ നഷ്ടപ്പെട്ട ബന്ധം പുനരുജ്ജീവിപ്പിക്കാനുള്ള മനുഷ്യ ജീവിതത്തിന്റെ അവസരം നഷ്ടപ്പെടുന്നവരാണ് ഈ നരാധമന്മാർ എന്ന് പറയുന്നു. ദൈവവുമായുള്ള നഷ്ടപ്പെട്ട ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് നമ്മളുടെ ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ. പക്ഷെ നരാധമന്മാർ അതൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അവർ ശുചിത്വമോ ശുദ്ധീകരണമോ സംസ്കാരമോ ഒന്നുമില്ലാതെ അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നരാധമന്മാർക്കായി ചൈതന്യ ഭഗവാന്റെ ഉപദേശം വിനയപൂർവമുള്ള ശ്രവണ പ്രക്രിയയിലൂടെയും അവർക്ക് മുന്നേറാനായിട്ട് സാധിക്കും. പക്ഷേ അവർ ഭഗവാന്റെ സന്ദേശങ്ങളെ സ്വീകരിക്കുന്നില്ല, അവർ അതിനെ വിസമ്മതിക്കുന്നു. ഇനി മായയാൽ അപഹൃതപ്പെട്ട ജ്ഞാനത്തോട് കൂടിയവർ, അവർ ഭൗതിക പ്രപഞ്ചത്തിലെ വളരെ വളരെ വലിയ പണ്ഡിതന്മാരാണ്. പക്ഷെ അവർ ഈ പാണ്ഡിത്യവും ഭൗതിക പ്രകൃതിയുടെ ഉത്ഭവവും എല്ലാം ഭഗവാന്റെ കരുണയാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരവരുടെ പാണ്ഡിത്യം അവരുടെ കഴിവാണ് എന്ന് വിചാരിക്കുന്നു. ഭഗവാനുമായിട്ട് കൂട്ടിച്ചേർക്കാൻ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവരുടെ പാണ്ഡിത്യം വെറുതെ നഷ്ടപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത്. തത്വചിന്തകർ, സാഹിത്യകാരന്മാർ, കവികൾ, എന്നാൽ അവർ വഴി പിഴച്ചവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അവരുടെ പാണ്ഡിത്യം, അവർ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അവരുടെ പാണ്ഡിത്യം പിഴച്ചു പോകുന്നു, അത് ഫലവത്താകുന്നില്ല. ഇനി നാലാമത്തെ കൂട്ടർ ആസുരം ഭാവം ആശ്രിതർ. ആസുരിക സ്വഭാവികൾ, ഭഗവാനോട് അസൂയ ഉള്ളവരാണ് അവർ. നിരീശ്വരവാദികൾ, അവർ ഭഗവാനെ അംഗീകരിക്കുന്നേയില്ല. ഈശ്വരൻ അവ്യക്തിഗത ഭാവത്തിന്റെ ആശ്രിതനാണ് എന്നവർ കരുതുന്നു. ഭഗവത് വ്യക്തിത്വത്തിൽ ഈർഷ്യയുള്ള നിരീശ്വരവാദികൾ കപോല കൽപ്പിതങ്ങളായ പല കപട അവതാരങ്ങളെയും രംഗത്തിറക്കാറുണ്ട്. അപ്പോൾ അവർ അങ്ങനെ എന്താണ് പറയുന്നത്? നിരീശ്വരവാദികളാണ് ഈ ആസുരം ഭാവം ആശ്രിതർ എന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ഈ 4 വിധത്തിലുള്ള മേൽ പറഞ്ഞതുപോലെ ശുദ്ധ മൂഢന്മാർ, നരാധമന്മാർ, മായാമോഹിതരായ ഊഹാപോഹികൾ, തികഞ്ഞ നിരീശ്വരവാദികൾ എന്നിവർ ശാസ്ത്രാനുസൃതവും ആധികാരികങ്ങളുമായ ഉപദേശങ്ങൾ നൽകിയാലും ഒരിക്കലും പരമപുരുഷന്റെ പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കുകയില്ല. അപ്പോൾ അവർക്ക് ഒരിക്കലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നില്ല. ഇനി അടുത്തതായിട്ട് ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃത്തിനോ അർജുന
ആർത്ഥോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഇനി 4 വിധത്തിലുള്ള സുകൃതികൾ. മറ്റുള്ളവർ ദുഷ്കൃതികളായിരുന്നു, ഇവർ സുകൃതികളാണ്. 4 വിധത്തിലുള്ള സുകൃതികൾ ഭഗവാന് ശരണാഗതരാക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ ഭക്തന്മാരാണ്, പക്ഷേ ശാസ്ത്രാനുസൃതമായ നിയന്ത്രണ തത്വങ്ങൾ പാലിക്കുന്നവരാണ്, ധാർമ്മികവും സാമൂഹികവുമായ നിയമങ്ങൾ പാലിക്കുന്നവരാണ്, പരമാത്മാവിൽ ഏറിയും കുറഞ്ഞും ഭക്തി, പക്ഷേ അവർ പരിശുദ്ധ ഭക്തന്മാരല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർ അവരുടെ ആഗ്രഹങ്ങളെ, ഭൗതികമായ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ പ്രാപിക്കുന്നത്. അപ്പോൾ സുകൃതികൾ പരിശുദ്ധ ഭക്തന്മാരല്ല എങ്കിലും മുൻ ജന്മങ്ങളിലെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ട് അവർക്ക് എന്തെങ്കിലും ആഗ്രഹം വരുമ്പോൾ അവർ ഭഗവാനെ പ്രാപിക്കുന്നു. അതും വളരെ വളരെ ഉയർന്ന ഒരു നിലയാണ്. കാരണം ക്രമേണ അവർക്ക് ഭഗവാനെ ഇങ്ങനെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ടാണ് ശരണാഗതനാകുന്നതെങ്കിൽ കൂടെ അത് അവർക്ക് ക്രമേണ പരിശുദ്ധതയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് അവരെ സുകൃതികൾ എന്ന് വിളിക്കുന്നു. കാരണം ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ദേവന്മാരെ ശരണം പ്രാപിക്കുന്നവരുണ്ട്. അവർക്ക് ഭഗവാന്റെ അടുക്കൽ വരാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ മുക്തിക്കുള്ള വഴിയെ ലഭിക്കുന്നില്ല. പക്ഷെ സുകൃതികൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രത്യാശയുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആർത്തന്മാർ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമം അനുഭവിക്കുന്നവർ, അർത്ഥാർത്ഥി സമ്പത്ത് ആഗ്രഹിക്കുന്നവർ, ജിജ്ഞാസു അന്വേഷണങ്ങൾ, അതായത് പ്രകൃതിയെ കുറിച്ച് എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവർ, ജ്ഞാനി എന്ന് പറഞ്ഞാൽ പരമസത്യത്തെ അന്വേഷിച്ചുകൊണ്ട് അറിവ് നേടാൻ ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്നവരാൾ. ഇവർ ശുദ്ധഭക്തന്മാരല്ല, കാരണം അവർ ഭക്തി സേവനത്തിന് പകരം ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ശുദ്ധഭക്തന്മാരല്ല. അപ്പോൾ ഈ സുകൃതികളുടെ വിധി എന്താണ്? സുകൃതികൾ ഭഗവാനെ ഫലം അന്വേഷിച്ചിട്ടാണ് ശരണാഗതരാകുന്നതെങ്കിൽ കൂടെ അവർക്ക് അവരുടെ വിധി എന്താണ് എന്നാണ്. കാലക്രമേണ അവർ ശുദ്ധഭക്തന്മാരുമായി സഹവസിക്കുകയും പരിശുദ്ധി നേടുകയും ചെയ്യാം. ശുദ്ധമായ ഭക്തി സേവനം അവർക്ക് നേടാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. ഏത് ഘട്ടത്തിലാണ് ഈ 4 സുകൃതികളും ശുദ്ധഭക്തന്മാരാകുന്നത്? ക്രമേണ അവർ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ക്രമേണ അവർക്ക് ഭൗതികമായ ഒന്നിലും ആസക്തി ഉണ്ടാകുന്നില്ല. എല്ലാം ആസക്തികളെല്ലാം ക്രമേണ, കാരണം കൃഷ്ണ ഭഗവാനെ വിഷ്ണുവിനെ സേവിക്കുന്നവർക്ക് ക്രമേണ അവരുടെ മനസ്സിൽ വൈരാഗ്യം, ഭൗതികതയോടുള്ള വൈരാഗ്യം വളർന്നു വരുന്നു. അതാണ് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ചയത് അഹൈതുകം. ഭഗവാനെ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മനസ്സിൽ അകാമ സർവകാമോവ മോക്ഷകാമ ഉദ്ധാരതീഹി തീവ്രേണ ഭക്തിയോഗേന യചേത പുരുഷം പരം. നമ്മുടെ ഉള്ളിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് മോക്ഷമാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ശരി, നമ്മൾ ഏത് വിധത്തിലും ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക, കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കണം. കാരണം ക്രമേണ നമുക്ക് മോചനത്തിനുള്ള വഴി ലഭ്യമാകും. കാരണം ക്രമേണ നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഭൗതികതയോടുള്ള ആകർഷണം കുറഞ്ഞു വരും. വൈരാഗ്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം വർദ്ധിച്ചു വരും. അതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത്, ഭഗവാന്റെ സേവനം തുടക്കത്തിൽ ഇവർ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടെ ക്രമേണ അവർക്ക് പരിശുദ്ധ ഭക്തിയിലേക്ക് ഉയരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ദുഷ്കൃതികൾക്ക് അത് സാധ്യമല്ല. കാരണം ദുഷ്കൃതികൾ ഭഗവാന് ശരണാഗതനെ ആകുന്നില്ല. ഈ ഇങ്ങനെയുള്ള 4 കൂട്ടരിൽ വെച്ച് ആരാണ് ഭഗവാന് പ്രിയപ്പെട്ടവൻ? ഭഗവാൻ പറയുന്നു, തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ തയോ ഹി ജ്ഞാനിനോ അത്യർത്ഥം അഹം പ്രിയോ ഹി ജ്ഞാനിനോ അത്യർത്ഥം അഹം സച മമ പ്രിയഃ. ഭഗവാൻ പറയുന്നു, ഇങ്ങനെയുള്ള 4 കൂട്ടരിൽ വെച്ച് ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. കാരണം എന്താണ്? ജ്ഞാനി ഭഗവാനെ അറിഞ്ഞുകൊണ്ടാണ് സേവിക്കുന്നത്. അതാണ് ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. അപ്പോൾ ജ്ഞാനി തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഭഗവാനെ സേവിക്കുന്നത്. പിന്നെയോ
ഞാൻ ഈ അറിവ് സമ്പാദിക്കാനാണ് ഭഗവാനെ സേവിക്കുന്നത്. എന്നാൽ ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു ഈ 3 കൂട്ടരും ഭൗതികമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് സേവിക്കുന്നത്. എന്നാൽ ഞാൻ ഈ ഭഗവാനെ അറിഞ്ഞുകൊണ്ട്, വാസുദേവനാണ് എല്ലാം എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭഗവാനെ സേവിക്കുന്നത്. അറിവ് അന്വേഷിക്കുന്നതിലൂടെ ഒരുവൻ തന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. താൻ ശരീരമല്ല എന്നുള്ള അറിവ് ജ്ഞാനിക്ക് ലഭിക്കുന്നു. കൂടുതൽ പുരോഗതി പ്രാപിക്കുമ്പോൾ വ്യക്തിത്വരഹിതമായ ബ്രഹ്മത്തെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവിലേക്ക് അയാൾ വരുന്നു. പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ തന്റെ ഭരണഘടനാപരമായ സ്ഥാനം, തന്റെ ശാശ്വത സ്വരൂപസ്ഥിതിയെ കുറിച്ച് താൻ ഭഗവാന്റെ സേവകനാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ പരമപുരുഷനെ കുറിച്ചുള്ള ശുദ്ധമായ അറിവിൽ സ്ഥിതി ചെയ്യുന്നവൻ ഭൗതികമായ മലിനീകരണത്തിന് അവനെ സ്പർശിക്കാനാകാത്ത വിധം ഭക്തി സേവനത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ജ്ഞാനി തനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞെങ്കിലും മറ്റുള്ളവരും ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. കാരണം ഭഗവാൻ പറയുന്നത് ഉദാരാ സർവയേ വൈതേ ജ്ഞാനി ത്വാത്മൈവ മേ മതം ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിഃ. ഇവരെല്ലാവരും മഹാത്മാക്കളാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഉദാരാഹ സർവ ഏവൈതേ. ജ്ഞാനിക്ക് അറിവുണ്ടെങ്കിലും മറ്റുള്ളവരും മഹാത്മാക്കളാണ്. കാരണം അവർ ഭഗവാന്റെ സേവനത്തിന് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവരും മഹാത്മാക്കളാണ്. ക്രമേണ അവർക്കും പരിശുദ്ധി നേടാൻ സാധിക്കും. എന്നാൽ ജ്ഞാനി ശ്രേഷ്ഠൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും. അപ്പോൾ ഞാൻ ഈ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. വാസുദേവ സർവമിതി. അപ്പോൾ ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് ജ്ഞാനി മികച്ചവനാണ് എന്ന് ഭഗവാൻ പറയുന്നു. എല്ലാവരും മഹാമനസ്കരാണ്. എന്തെന്നാൽ ഏതെങ്കിലും ഉദ്ദേശത്തിനായി ഭഗവാന്റെ അടുക്കൽ വരുന്ന ആരെയും മഹാത്മാവ് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നു. ഭക്തി സേവനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ആഗ്രഹിക്കുന്ന ഭക്തരെ ഭഗവാൻ അംഗീകരിക്കുന്നു. കാരണം സ്നേഹത്തിന്റെ കൈമാറ്റമുണ്ട്. പൂർണ്ണമായ അറിവുള്ള ഭക്തൻ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവനാണ്. കാരണം അവന്റെ ഏക ലക്ഷ്യം പരമേശ്വരനെ സ്നേഹത്തോടും ഭക്തിയോടും കൂടി സേവിക്കുക എന്നുള്ളതാണ്. പരമാത്മാവിനെ സേവിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. പരമാത്മാവിന് തന്റെ ഭക്തനോട് വളരെ ഇഷ്ടമാണ്. അവനിൽ നിന്ന് വേർപെടുത്താനും കഴിയില്ല. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാകവി. ഭാഗവതത്തിൽ 9-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത് ഭഗവാൻ പറയുകയാണ്, സാധവോ ഹൃദയം മഹ്യം, ഞാൻ സാധുക്കളുടെ എന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സാധൂനാം ഹൃദയം തു അഹം, ഭഗവാന്റെ ഹൃദയത്തിൽ ഭക്തന്മാർ വാഴുന്നു, ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭഗവാനും വാഴുന്നു. എനിക്കുപരി യാതൊന്നും അവർക്കറിയില്ല. എനിക്കും ഭക്തന്മാരെ മറക്കാനാകില്ല. ഞാനും ശുദ്ധഭക്തന്മാരും തമ്മിൽ ആന്തരമായൊരു ഗാഠബന്ധമുണ്ട്. ശുദ്ധഭക്തന്മാർ സമ്പൂർണ്ണ ജ്ഞാനത്തോടെ എന്നോട് ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തന്മൂലം അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഭഗവാനെ, അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും തത്വത്തിൽ ഭഗവാനെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ജന്മച കർമ്മച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ട് സത്യത്തിൽ മനസ്സിലാക്കണം. ആരാണ് ഭഗവാൻ? അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ ലീലകൾ എന്തൊക്കെ? അദ്ദേഹം എന്തിനു വേണ്ടി അവതരിക്കുന്നു? എല്ലാ കാര്യങ്ങളും നമ്മൾ തത്വത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നുള്ളൂ. അറിവ് പൂർണ്ണമാകുമ്പോൾ അജ്ഞാനം നീങ്ങി നമുക്ക് ജീവാത്മാവിനെ പരിശുദ്ധി നേടാൻ കഴിയുന്നു. അങ്ങനെ ഭഗവാന്റെ ഹൃദയത്തിൽ നമുക്ക് ഇടം തേടാൻ കഴിയുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയും ഭാഗവതവും നിരന്തരം പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കുക. ഭക്തന്മാർ എങ്ങനെ ഭഗവാനെ സേവിക്കുന്നു, ഭക്തന്മാരുടെ സ്തുതികൾ പഠിക്കുക, അതിന്റെ അർത്ഥം എന്താണ്, അങ്ങനെ മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തത്വത്തിൽ മനസ്സിലാക്കിയ ആളെ ജ്ഞാനി എന്ന് വിളിക്കുന്നു. ആ ജ്ഞാനികൾ, പക്ഷേ ജ്ഞാനികൾക്കും ഒരു ജന്മത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധ്യമല്ല. കാരണം ജ്ഞാനി
അറിവ് സമ്പാദിക്കുകയാണ്. ക്രമേണ ആ ജ്ഞാനം വർദ്ധിച്ച് പരിശുദ്ധനാകണം. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവഃ സർവമിതി സമഹാത്മാസു ദുർലഭഃ. ബഹൂനാം ജന്മനാം അന്തേ, അനേകം ജന്മങ്ങൾക്ക് ശേഷം ശുദ്ധഭക്തന്മാർക്ക് മാത്രമേ ഒരേ ജന്മത്തിൽ ഭഗവാന്റെ പരമപദം പോകാൻ സാധിക്കുകയുള്ളൂ. ജ്ഞാനിയും എന്താണ് ചെയ്യുന്നത്? ജ്ഞാനി ഊഹാപോഹങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുകയാണ്. ആദ്യം ജ്ഞാനി ആത്മാവല്ല, ശരീരമല്ല എന്നുള്ള അറിവ് ആദ്യം സമ്പാദിക്കുന്നു. ശരീരമല്ല എന്ന് അറിഞ്ഞു, അപ്പോൾ ഞാൻ ആരാണ് എന്ന് അത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് അനുമാനങ്ങളിലൂടെ, ഊഹാപോഹങ്ങളിലൂടെ, തർക്കങ്ങളിലൂടെ, ഗ്രന്ഥങ്ങൾ വായിച്ച് ഓരോന്നോരോന്ന് ജ്ഞാനി മനസ്സിലാക്കുകയാണ്. ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ആത്മാവിന്റെ ഉറവിടം എന്താണ്, ആത്മാവിന്റെ വലിപ്പം എന്താണ്, ആത്മാവ് എങ്ങനെ ഒരു ശരീരത്തിൽ പ്രവേശിക്കുന്നു, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ക്രമേണയാണ് ജ്ഞാനിക്ക് അറിവ് ലഭിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് ജ്ഞാനി അവസാനം വിഷ്ണുവിലേക്ക് എത്തുന്നു. ക്രമേണ അവസാനം വാസുദേവ സർവമിതി, വാസുദേവനാണ് എല്ലാത്തിനും പുറകിലെന്ന് ബഹുനാം ജന്മനാമത്തെ, അനേകം ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ജ്ഞാനി ഭഗവാനെ മാം പ്രപദ്യതേ, ശരണാഗതനാകുന്നു. അത് അനേക ജന്മങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഭഗവാൻ പറയുന്നു, അങ്ങനെയുള്ള ഭക്തന്മാരും മഹാത്മാക്കളും സുദുർലഭഃ, വളരെ 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 ദുർലഭമാണ്. അങ്ങനെയുള്ള ഭക്തന്മാരും ദുർലഭമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഒരു ശുദ്ധഭക്തൻ ഇങ്ങനെയല്ല. ശുദ്ധഭക്തൻ നേരിട്ട് ഭഗവാനെ സേവിക്കുകയാണ്. ജ്ഞാനിമാരിൽ തന്നെ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ശുദ്ധഭക്തൻ വളരെ വിരളമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ജ്ഞാനി ശുദ്ധഭക്തനാകാൻ എത്ര സമയമെടുക്കും? ജ്ഞാനി ഭക്തൻ പരമമായ ലക്ഷ്യമായി അവനിൽ സ്ഥിരീകരിക്കപ്പെട്ടുവെന്നും അങ്ങനെ അവൻ ഭഗവാനെ പ്രാപിക്കുന്നുവെന്നും കൃഷ്ണൻ മുൻ പാഠത്തിൽ പറഞ്ഞു. എന്നാൽ ജ്ഞാനി ഒരു ശുദ്ധഭക്തനാകാൻ എത്ര സമയമെടുക്കും? ഒരു ജ്ഞാനി ഇത്രയും ഉയർന്ന ഭക്തി നേടുന്നത് വളരെ വിരളമാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. അപ്പോൾ ഒരാൾ ഭൗതികതയോടുള്ള ആസക്തി ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവ്യക്തിഗത ഭാവത്തിലേക്ക് ചിലപ്പോൾ ചായാം. അങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും ജ്ഞാനിക്ക് എന്ന് പറയുന്നു. കാരണം ജ്ഞാനിക്ക് ഭഗവാനെയും അറിയില്ല, അവ്യക്തിഗതമായിട്ടുള്ള ബ്രഹ്മനെയും അറിയില്ല. അപ്പോൾ ജ്ഞാനി അന്വേഷിച്ചു പോകുകയാണ്. ചിലപ്പോൾ അവ്യക്തിഗത ബ്രഹ്മത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയായാൽ ഭഗവാനിലേക്ക് എത്തില്ല. അപ്പോൾ അതിനെല്ലാത്തിനും സമയം ഒരുപാട് എടുക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്, പക്ഷേ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർ അവർ മഹാത്മാക്കളാണ്. നേരിട്ടുള്ള ഭക്തന്മാരെയാണ് ഭഗവാൻ വളരെയധികം സ്നേഹിക്കുന്നത്. പക്ഷെ ഭഗവാൻ എല്ലാവരെ കുറിച്ചും പറഞ്ഞു തരികയാണ്. ജ്ഞാനി ആരാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നു, അത്രമാത്രം. അപ്പോൾ ജ്ഞാനിയെ കുറിച്ച് ഇങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനത്താൽ പൂർണ്ണമായി പക്വത പ്രാപിച്ച ഒരാൾ സാക്ഷാത്കരിച്ച അറിവ് അതെങ്ങനെയാണ്? ആത്മീയ ജീവിതം ശാശ്വതവും ആനന്ദദായകവുമായ പ്രവർത്തനങ്ങളാൽ നിറഞ്ഞതാണ് എന്ന് ജ്ഞാനി മനസ്സിലാക്കുന്നു. മാത്രമല്ല വ്യക്തിത്വമോ ശൂന്യതയോ അല്ല അവിടെയുള്ളത്. പിന്നെയോ ജ്ഞാനി മനസ്സിലാക്കുന്നത് ആത്മീയ ജീവിതമാണ് പരമമായ ആനന്ദകരമായ അവസ്ഥ എന്ന് ജ്ഞാനി മനസ്സിലാക്കുന്നു. ഭൗതിക ലോകം ആത്മീയ പ്രവർത്തനങ്ങളുടെ വികലമായ പ്രതിഫലനമാണ് എന്നും ജ്ഞാനി മനസ്സിലാക്കുന്നു. അതായത് ഈ പ്രകൃതി എന്നുള്ളത് ആത്മീയ ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഇവിടെ ഒന്നും തന്നെ ശാശ്വതമായിട്ടില്ല എന്ന് ജ്ഞാനി മനസ്സിലാക്കുന്നു. എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനായ പരമാത്മാവിനെ മനസ്സിലാക്കുക. അങ്ങനെ വാസുദേവന്റെ ഒരു സാർവത്രിക ദർശനം സാക്ഷാത്കരിക്കുക. ഈ ദർശനം അതായത് ഭഗവാനുമായിട്ട് എല്ലാത്തിനെയും ബന്ധപ്പെട്ട് മത്ത പരതരം ജ്ഞാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ എന്നുള്ള പോലെ ജ്ഞാനി മനസ്സിലാക്കുന്നു എല്ലാം ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് അവസാനം ജ്ഞാനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ദർശനം കൃഷ്ണനോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തെ ഏറ്റവും ഉയർന്ന ലക്ഷ്യമായിട്ട് പ്രേരിപ്പിക്കുന്നു. സർവകാരണ കാരണം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുകയാണ് അവസാനം ജ്ഞാനി ചെയ്യുന്നത്. പരമേശ്വരന്റെ കാരുണ്യത്തെ ആശ്രയിക്കുന്നത് തിരിച്ചറിയുന്നു. പരമപുരുഷനാണ് ആത്മീയ സാക്ഷാത്കാരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം.
അതിനാൽ ഭഗവാന് കീഴടങ്ങുക. അത് ശ്വേതാശ്വതരോപനിഷത്തിൽ പറയുന്നതാണ്. അങ്ങനെ ആ ജ്ഞാനി ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാനാണ് എല്ലാത്തിനും കാരണം എന്ന് മനസ്സിലാക്കി ഭഗവാന് ശരണാഗതനാകുന്നു. അങ്ങനെയുള്ള ജ്ഞാനി സുഹൃതികളിൽ വെച്ച് ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. കാരണം മറ്റുള്ളവരെല്ലാം എന്തെങ്കിലും ഭൗതിക ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ ശരണാഗതനാകുന്നത്. പക്ഷെ ജ്ഞാനി അങ്ങനെയല്ല. ജ്ഞാനി ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഭഗവാന് ശരണാഗതനാകുന്നത്, ഭഗവാനെ പ്രാപിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനി ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ മാതാജി. 20 പഠിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ആ മാതാജി, ജിജ്ഞാസുക്കള് അതൊന്നുകൂടെ പറഞ്ഞു തരുമോ? ജിജ്ഞാസുക്കൾ അവരെന്താണ് ആഗ്രഹിക്കണത്? ജിജ്ഞാസു അവരും ഇതുപോലെ തന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു. ജിജ്ഞാസു എന്ന് പറയുമ്പോൾ ഈ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ നൈമിഷാരണ്യത്തിലുണ്ടായിരുന്ന ഋഷിമാര്. പിന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ ഭഗവാനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയാണ്. കേട്ട് 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 മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. അവരാണ് ജിജ്ഞാസുക്കൾ. ഇതില് കൊടുത്തിട്ടില്ലേ ഉദാഹരണം? ആർത്തന്മാരെന്നുള്ളതിന് നമ്മൾ ഉദാഹരണമായിട്ട് പറയുന്നത് ഒന്ന് ഗജേന്ദ്ര മോക്ഷം, പിന്നീട് ഗജേന്ദ്രനും പിന്നീട് ദ്രൗപദി, ഇവരെല്ലാവരും ആർത്തന്മാരായിട്ട് ഭഗവാന് ശരണാഗതരാകുന്നവരെ പറയുന്നു. അർത്ഥാർത്ഥിയായിട്ട് ധ്രുവൻ, പിന്നീട് സുഗ്രീവൻ, ഇവരെല്ലാവരും സ്ഥാനം മോഹിച്ചിട്ട്, സമ്പത്ത് മോഹിച്ചിട്ട് ഭഗവാന് ശരണാഗതരായവരാണ്. പിന്നെ ജിജ്ഞാസുക്കളായിട്ട് നമ്മുടെ നൈമിഷാരണ്യത്തിലെ പിന്നെ ഇവര് ആരാണ്? പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ജിജ്ഞാസുവായിട്ട് സുഖദേവ ഗോസ്വാമിക്ക് ശരണാഗതനായിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചവരാണ് ജിജ്ഞാസുക്കൾ. ജ്ഞാനി ആയിട്ട് പറയുന്നത് സുഖദേവ ബ്രഹ്മർഷി, അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ നാല് കുമാരന്മാർ, ഇവരെല്ലാവരെയും ജ്ഞാനിയായിട്ട് പറയുന്നു. അവർ ക്രമേണ ഭഗവാന് ശരണാഗതനായി ഭഗവാന്റെ പ്രേമഭക്തിയിലേക്ക് വീരുന്നു. ജിജ്ഞാസുക്കൾ ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ, ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുക, തത്വം എന്താ എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ. മാതാജി, ഇപ്പം ജ്ഞാനിയാണ് ഭഗവാൻ ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ ജ്ഞാനിയും ചിലപ്പോ ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക്, അവ്യക്തിഗത ബ്രഹ്മത്തിലേക്ക് വീണു പോകും എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ മാതാജി? അത് ജ്ഞാനി, ഇവിടെ ജ്ഞാനിനെ പറയുന്നത് ജ്ഞാനി ഓൾറെഡി ഭഗവാനെ അറിഞ്ഞ് ഭഗവാനെ സേവിക്കുന്ന ഘട്ടമാണിത്. ഈ 4 സുഹൃതികളും ഭഗവാനെ സേവിക്കുന്നവരാണ്. പക്ഷെ 3 പേരും ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നു. പക്ഷെ ജ്ഞാനി ആഗ്രഹിക്കുന്നില്ല. കാരണം ജ്ഞാനി തത്വം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ജ്ഞാനി ആ ലെവലെല്ലാം കടന്ന് ഭഗവാനാണ് വാസുദേവ സർവമിതി എന്ന് മനസ്സിലാക്കിയ ജ്ഞാനികളെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ജ്ഞാനികൾ തുടക്കത്തിൽ അവർ അന്വേഷിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ബ്രഹ്മത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതാണ്. ജ്ഞാനികൾ അങ്ങനെ ബഹുനാം ജന്മനാമന്ദേ എന്ന് പറഞ്ഞില്ലേ, ഒരുപാട് ജന്മങ്ങൾ എടുക്കും ഒരു ജ്ഞാനി അന്വേഷിച്ച് ഭഗവാനെ കണ്ടെത്താൻ. അതിനിടയിൽ ചിലപ്പോൾ അവർ അബദ്ധത്തിൽ ബ്രഹ്മനിർവാണത്തിലേക്കെല്ലാം പോയി എന്ന് വരാം. എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് അവസാനം വാസുദേവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജ്ഞാനി തത്വം മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് അവരെ ഭഗവാന് പ്രിയങ്കരരാണ് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.